രജിസ്ട്രേഷൻ ഫീസ് ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് എങ്ങനെ ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതും അതുപോലെ തന്നെ സ്കാം വളരെയധികം കുറവായിട്ടുള്ള ഒരു ജോബ് ആപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയാൻ പോകുന്നത്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം നീതു. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇൻഡീഡ് ആപ്പ് വഴി എങ്ങനെ സേഫായിട്ടൊരു ജോലി സെർച്ച് ചെയ്യാം, എങ്ങനെ നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, എങ്ങനെ ഒരു ജോലി നേടിയെടുക്കാം എന്നുള്ളതിൻ്റെ വിവിധ സ്റ്റെപ്പുകളാണ് ഇന്നത്തെ ഇതിൽ നമ്മൾ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക. സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവൻ കാണുക. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഡീഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബേസിക് ഇൻഫർമേഷൻസ്, അതായത് പേര്, മെയിൽ, ഫോൺ നമ്പർ, ലൊക്കേഷന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം പ്രൊഫൈൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിൽ ക്വാളിഫിക്കേഷൻസ്, ജോബ് പ്രിഫറൻസ്, റെഡി ടു വർക്ക്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടായിരിക്കും. ക്വാളിഫിക്കേഷൻസിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളത് വരെയുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും ആഡ് ചെയ്ത് കൊടുക്കുക. ജോബ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ജോലിക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ജോബിൻ്റെ ഡീറ്റെയിൽസ് മാത്രം അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ റെഡി ടു വർക്ക് എന്ന കോളം ഉണ്ടായിരിക്കും. ഈ റെഡി ടു വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ദിവസത്തിനുള്ളിൽ ജോലിക്ക് ജോയിൻ ചെയ്യാൻ തയ്യാറാണെന്ന്. അതായത് ചിലതിൽ ഓപ്ഷൻ ഉണ്ടായിരിക്കും 15 ദിവസം, 1 മാസം, 2 ആഴ്ച, അങ്ങനെ ഓരോന്നുണ്ടായിരിക്കും ഓപ്ഷൻസ്. അതിനനുസരിച്ച് നമ്മളവിടെ ചൂസ് ചെയ്യുക ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ജോലിക്ക് വരാൻ തയ്യാറാണെന്നുള്ളതാണ് അത് മീൻ ചെയ്യുന്നത്. ഇനി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൺട്രി, ലാംഗ്വേജ്, അതുപോലെ തന്നെ സാലറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. കോൺടാക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലുള്ള കമ്പനികൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് ജെന്യൂനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടുന്ന കോൺടാക്റ്റ് ഇൻഫർമേഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ആ മെയിൽ ഐ ഡിയിലൂടെയോ ആ ഫോൺ നമ്പറിലൂടെയോ ആയിരിക്കും ആ കമ്പനീസ് നമ്മളെ വിളിക്കുന്നുണ്ടായിരിക്കും, ഇൻ്റർവ്യൂ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ അവിടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയാണ് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതെന്തെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു റെസ്യൂം എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ റെസ്യൂമെ ഉണ്ടാക്കുന്നതിലാണ് ഈ ജോലിയുടെ ബാക്ക് ബോണേന്ന് നിലനിൽക്കുന്നത്. അപ്പം നമ്മളെ റെസ്യൂമെ എത്രത്തോളം ബെറ്റർ ആണോ അത്രത്തോളം നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ റെസ്യൂമെയിൽ നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ജോബ് എക്സ്പീരിയൻസും, ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും കോൺടാക്ട് നമ്പറും എല്ലാം ചേർത്തിട്ട് നമ്മളെ റെസ്യൂമെ തയ്യാറാക്കുക. ഇനി ഇൻഡീഡിൽ തന്നെ നമുക്ക് റെസ്യൂമെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ജാൻ 15-നാണ് ഞാൻ എൻ്റെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്തത്. അത്തരത്തിൽ നമുക്ക് 1 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നമ്മളെ റെസ്യൂമെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്ഡേറ്റഡ് റെസ്യൂം എന്നുള്ള ഡേറ്റ് ഒക്കെ ആ കമ്പനി നമ്മളത് നോക്കും, അവർക്കത് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും പഴയ റെസ്യൂമെ ആണെങ്കിൽ അവരെ വല്ലാണ്ട് ശ്രദ്ധിക്കില്ല. അതേ സ്ഥാനത്ത് അപ്ഡേറ്റ് ചെയ്ത റെസ്യൂമെ ആണെങ്കിൽ അവർക്കത് ക്യാച്ച് ആയിരിക്കും, അവർ നിങ്ങളെ പ്രൊഫൈൽ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു രൂപ പോലും ചിലവില്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ജോലി നേടിയെടുക്കാനുള്ള ഒരു സുവർണാവസരം കൂടിയിട്ടാണ് ഈ ആപ്പിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇത് തീർത്തും ഒരു കമ്പനിക്കും ഫ്രീ ആണ്, അതുപോലെ തന്നെ ജോബ് സീക്കറിനും ഫ്രീ ആണ്. ആരും ഇതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടൊന്നും വരുന്നില്ല. പൊതുവെ നമ്മൾക്കറിയാം, പുറത്ത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജോബ് സൈറ്റോ അല്ലെങ്കിൽ ജോബ് തരുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടോ അവരാരെങ്കിലും ആണെങ്കിൽ നമ്മൾ ഫീ കൊടുക്കേണ്ടി വരും അവർക്ക്. ഫീ അതായത് നമ്മളെ ഫസ്റ്റ് മന്ത് സാലറിയുടെ ഒരു ഇത്ര 10% അല്ലെങ്കിൽ 50% നമ്മൾ അവർക്ക് കൊടുത്തിട്ട് ബാക്കി എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കയ്യിൽ ഇൻ ഹാൻഡ് സാലറി ആ മന്തിട്ട് കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നമ്മളിവിടെ ജോലി അപ്ലൈ ചെയ്യുന്ന കാരണം നമുക്കുണ്ടാവില്ല. നമ്മളും കമ്പനിയും തമ്മിൽ മാത്രമായിരിക്കും കോണ്ടാക്റ്റ്. ഇൻഡീഡിൽ അതിന് ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ഇൻഡീഡിൽ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടുക, കമ്പനിയും അവരുടെ ജോബിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണോ എന്ന് നമ്മൾ നോക്കുക, നമ്മളതിലേക്ക് ആപ്ലിക്കേഷൻ അയയ്ക്കുക. ആ കമ്പനി നമ്മളെ പ്രൊഫൈൽ ചൂസ് ചെയ്തിട്ട് അവർ നമ്മളെ വിളിക്കും. നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക. വിളിക്കുക ത്രൂ മെയിൽ ഐ ഡി ആയിരിക്കും, അല്ലെങ്കിൽ വാട്സപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ കോൾ ആയിരിക്കും. ഈ 3 രീതിയിൽ നമ്മുടെ കമ്പനി കോൺടാക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എങ്ങനെയാണ് ജോബിൻ്റെ പ്രിഫറൻസ് എങ്ങനെയാണ് നമുക്കിതിൽ വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ ഹോം എന്ന് പറഞ്ഞ ഒരു ഐക്കൺ കാണാം. ഈ ഹോം ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് ജോബിലിൻ്റെ ഇതെനിക്ക് വന്നിട്ടുള്ളത്.
പ്രിഫറൻസുകൾ എനിക്ക് വന്ന് കിടക്കുന്നത്. ഇതൊക്കെ ഞാൻ സെർച്ച് ചെയ്തതും ഞാൻ നോക്കിയിട്ടുള്ളതിൻ്റെയും ബേസിൽ വന്നിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്കൊരു ജോലി സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, അതിൻ്റെ ജോബ് ടൈറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കമ്പനിയിലേക്കാണ് നിങ്ങൾക്ക് ജോലി വേണ്ടത് വെച്ചാൽ ആ കമ്പനിയുടെ പേര്, എവിടേക്കാണ് ലൊക്കേഷൻ, ഇപ്പം നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, അതായത് ബാംഗ്ലൂർ, ചെന്നൈ അവിടേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ എന്നുള്ളിടത്ത് ഞാൻ കാലിക്കറ്റ് കേരള എന്ന് കൊടുത്തിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ലൊക്കേഷൻ അതാക്കി കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കുള്ള ജോലികളായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വരിക. അപ്പം നമ്മൾ പ്രിഫർ ചെയ്യുന്ന ലൊക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടും പ്രിഫർ ചെയ്യുന്ന ജോബ് ടൈറ്റിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ആയിരിക്കും നമുക്ക് മാച്ചസ് ആയിട്ടുള്ള ജോബ് ലിസ്റ്റ് നമുക്ക് വരിക. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഏറ്റവും ബെറ്റർ ആയത് നമ്മൾ ചൂസ് ചെയ്യാം. അത് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും സ്റ്റാർട്ടിങ് സാലറി മുതൽ എൻഡ് സാലറി വരെ. ഫസ്റ്റ് കൊടുക്കുന്നതായിരിക്കും അവരെ ബേസിക് വരിക. ഇപ്പോൾ 15,000 to 20,000 എന്ന് പറഞ്ഞാൽ 15,000-ലായിരിക്കും അത് തുടങ്ങുക. അതിലും താഴേക്ക് പിന്നെ അവർ തരില്ല. പിന്നെ പെർമനൻ്റ് ആണോ, അതുപോലെ തന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്ന് നമുക്കിതിൽ നോക്കിയാൽ കാണാം. ഇതിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ ഈ സീനിയർ കണ്ടൻറ് റൈറ്റർ എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അത് ചൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു മെയിൻ ലിസ്റ്റിലേക്ക് പോകും. ഈ മെയിൻ ലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇത് ക്യാപ്റ്റൻ വിൻഡോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ജോബാണ്. കാലിക്കറ്റ് കേരളയിലുള്ളതാണ്. സ്റ്റാർട്ടിങ് സാലറി വരുന്നത് 15,000 ആണ്. 20,000-ത്തിലാണ് അവസാനിക്കുന്നത്. ഫുൾ ടൈം ആണ്, പെർമനൻറ്റ് ജോബാണ്. പിന്നെ അവർക്ക് വേണ്ട സ്കിൽസ് കാര്യങ്ങളൊക്കെ അവരിതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. കണ്ടൻറ് ക്രിയേഷന്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്. അപ്പോൾ ഇങ്ങനത്തതിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ അവർ ചോദിക്കും. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉണ്ടെന്നോ ഇല്ലെങ്കിൽ ഇല്ലയെന്നോ, സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുകയോ ചെയ്യാം. പിന്നെ നമുക്കിതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതുപോലെ ജോബിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷനും ഇവിടെ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, റിക്വയർഡ് സ്കിൽസ് എന്തൊക്കെയാണ്, അതുപോലെ ജോബ് ടൈപ്പ് എങ്ങനെയാണ്, ബെനിഫിറ്റ് എന്താണ്, എന്താണ് എഡ്യൂക്കേഷൻ വേണ്ടത്, എത്ര എക്സ്പീരിയൻസ് വേണം, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പം നമുക്കിതൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ ഇതിന് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മളിത് ഓരോന്നും അപ്ലൈ ചെയ്യേണ്ടത്. ഓരോ ജോലിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൈ ജോബ് എന്ന് പറഞ്ഞ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഈ മൈ ജോബിൽ ചൂസ് ചെയ്യാം. മൈ ജോബിൽ ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത ജോലിയുടെ ഒരു ലിസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഏകദേശം 55 ജോബിൻ്റെ അടുത്ത് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു ചിലതിന് ഞാൻ പോയിട്ടുണ്ട്. കാരണം ഡിസ്റ്റൻസ് ഇഷ്യൂസ് അല്ലെങ്കിൽ നമുക്ക് പോയി വരാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാകുമ്പോൾ നമ്മൾ ഒഴിവാക്കും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിലിപ്പോൾ ഈ ഒരു അക്കാദമിക് കൗൺസിലറിൻ്റെ ആപ്ലിക്കേഷൻ വ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർ നമ്മളെ ആപ്ലിക്കേഷൻ വ്യൂ ചെയ്തിട്ടുണ്ടോ, റിജക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാക്കാം. അപ്പം ഞാനിത് ഈ പ്രൊപ്പോസൽ റൈറ്ററിന് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഇലക്ഷൻ പോൾ സർവേയറുടെ ആപ്ലിക്കേഷൻ വ്യൂ ചെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ വ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി എന്നാൽ ഇവിടെ നോക്കൂ, അസിസ്റ്റൻറ്റ് അസൈൻ മാസ്റ്റർ BSc കെമിസ്ട്രിയുടെ ക്വാളിഫിക്കേഷനിൽ വരുന്ന ഒരു ജോലിയാണ്. അത് നോട്ട് സെലക്റ്റഡ് ബൈ ദ എംപ്ലോയർ. ഇത് എംപ്ലോയർ എന്നെ സെലക്ട് ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ അപ്ഡേറ്റ്. അവരെന്നെ ചൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കുണ്ടാവും. ഇവിടെ നോട്ട് സെലക്റ്റഡ് ബൈ എംപ്ലോയർ, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതിലൂടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റെസ്യൂം എത്രത്തോളം ബോൾഡാണോ അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ചായിരിക്കും, റെസ്യൂം എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ജോബിനുള്ള ചാൻസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. അങ്ങനെയായിരിക്കും കമ്പനീസ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. ചില കമ്പനികൾക്ക് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും അവരായിട്ട് നമ്മൾ റെസ്യൂമ് ഇൻഡീഡിൽ നിന്നും എടുത്തിട്ട് അവരായിട്ട് നമ്മളെ ഇങ്ങോട്ട് ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫീസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും സ്കാമാണ്. അത്തരത്തിലുണ്ടെങ്കിൽ ആരും അപ്ലൈ ചെയ്യാണ്ടിരിക്കുക, ബ്ലോക്ക് ചെയ്യുക. അല്ലാണ്ട് ഫീസ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നത് ഒറിജിനൽ ആയിരിക്കും. അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക. പ്രൊഫൈൽ എപ്പോഴും ആക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക, അതായത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. റെസ്യൂം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ശരിയായി ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ ഒരു ജോലി കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആപ്പാണത്. ഫ്രീ ആണ്, തീർത്തും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം. ജോബ് അപ്ഡേറ്റ് ദിവസവും ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെ ജോലി അന്വേഷണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുക.